ഹായ് എവരി വൺ, നമ്മൾ ഇന്നിവിടെ മോൾ കൺസെപ്റ്റ് എന്നൊരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് പഠിക്കുമ്പം യൂഷ്വലി എല്ലാ കുട്ടികൾക്കും കുറേശ്ശെ കൺഫ്യൂഷൻസ് വരുന്ന ടോപ്പിക്കാണിത്. നമ്മൾ ഇന്നത്തെ സെഷനോട് കൂടി ആ കൺഫ്യൂഷൻസ് എല്ലാം മാറ്റി. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പം ഒരു കടയിൽ പോയി എന്നിരിക്കട്ടെ, ഒരു ചെരുപ്പ് കടയിൽ പോയി. നമ്മൾ എന്ത് പറയും? ചേട്ടാ ഒരു പെയർ ഓഫ് ചപ്പൽസ് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ എന്ത് പറയും? ചേട്ടാ ഒരു ഡസൻ മുട്ട. അവിടെ ഈ പെയറും ഡസനും ഒക്കെ എന്തോ ഉദ്ദേശിക്കുന്നത്? പെയർ എന്ന് വെച്ചാൽ എന്തുവാ? 2. ഡസൻ എന്ന് വെച്ചാൽ എന്തുവാ? 12. സോ അവിടെ ഈ ടേംസ് എന്ന് പറയുന്നത് ഓരോ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? അതേപോലെ തന്നെ കെമിസ്ട്രിയിൽ നമുക്ക് ആറ്റംസിനെ കുറിച്ചോ മോളിക്യൂൾസിനെ കുറിച്ചോ പറയുമ്പോൾ ഉപയോഗിക്കേണ്ട യൂണിറ്റ് ആണ് എന്ത്? മോൾ. നമ്മളൊരു ആറ്റത്തെ കുറിച്ച് ആലോചിച്ചേ. ഒരു ആറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണോ അതോ ചെറിയൊരു പാർട്ടിക്കിളാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ? അത് വളരെ ചെറിയ ഒരു പാർട്ടിക്കിളാണ്. സോ അപ്പം ആ കേസിൽ നമ്മൾ 10 എണ്ണമോ അല്ലെങ്കിൽ 100 എണ്ണമോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ വളരെ വലിയ ഒരു നമ്പറാണ് നമ്മുടെ ഈ സ്റ്റാൻഡേർഡായിട്ട് എടുക്കാൻ പോകുന്നത്. സോ ആ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അവഗാഡ്രോ നമ്പർ. സോ എന്താണ് അവഗാഡ്രോ നമ്പർ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു കാണുമല്ലോ. എന്തോ അവഗാഡ്രോ നമ്പർ? 6.022 ഇൻറ്റു 10⁻23. ഇത്രയും പാർട്ടിക്കിൾസ് ഉള്ള എന്തൊരു ക്വാണ്ടിറ്റീനെയും നമ്മൾ എന്തോ പറയാൻ പോകുന്നേ? മോളെന്ന്. സോ ഇപ്പോൾ നമ്മൾ ഒരു മോൾ ഓഫ് ബുക്സ് അല്ലേ, ഇവിടെ നമ്മുടെ ഈ ബുക്കൊക്കെ ഉണ്ട്. ഒരു മോൾ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 6.022 ഇൻറ്റു 10⁻23 ബുക്സ്. ഇതൊരു വലിയ നമ്പറാണോ? അത്രയും ബുക്സ് നമ്മുടെ ഈ ലോകത്തുണ്ടോ? ഇല്ല. പക്ഷേ നമുക്കിപ്പം വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയ ആറ്റംസിനെ കുറിച്ചോ മോളിക്യൂൾസിനെ കുറിച്ചോ പറയണമെന്നുണ്ടെങ്കിൽ ഈ മോൾ അല്ലെങ്കിൽ ഈ അവഗാഡ്രോ നമ്പറിലൂടെ പറയാൻ പറ്റും. സോ നമ്മൾ മനസ്സിലാക്കി എന്തുവാ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പം ഒരു മോൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് വെച്ചാൽ എന്താ? 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. ഓക്കെ, സോ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നത്? കാരണം നമ്മുടെ ആറ്റംസ് എല്ലാം വളരെ ചെറിയ പാർട്ടിക്കിൾസാണ്, റൈറ്റ്? ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു 1 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ചെന്ന് വെച്ചോ. ആ 1 മില്ലിമീറ്ററിൽ ഏകദേശം 10⁻20 പാർട്ടിക്കിൾസ് കാണും, റൈറ്റ്? സോ നമുക്ക് ഈ 10 എണ്ണമോ 100 എണ്ണമോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ അത് കാരണം നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു കെമിസ്ട്രിയിലെ എന്തെങ്കിലും റിയാക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എടുക്കാൻ പോകുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് എന്തായിരിക്കും? മോളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മോളിനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോളിന് വേണ്ടി എന്തൊക്കെ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? എ മോൾ ഈസ് എനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, റൈറ്റ്? ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, റൈറ്റ്? ഇനി നമ്മളതിനെ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഓക്കെ, സോ ഇത് നിങ്ങളിപ്പം നിങ്ങളുടെ മോൾ കൺസെപ്റ്റിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷനാണ്. സോ എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി രണ്ടാമത്തെ കേസ്, ഈ മോൾ നമ്മൾ എങ്ങനെയാണ് മാസ് ഉപയോഗിച്ച് പറയാൻ പോകുന്നത്? സോ അതിനുവേണ്ടി നിങ്ങൾ നേരത്തെ പഠിച്ച ഒരു കാര്യം ആലോചിക്കണം. എന്താണ് ഒരാറ്റത്തിൻ്റെ മാസ്? ഓർക്കുന്നുണ്ടോ? നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും യൂണിറ്റ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലേ? നമ്മൾ ഒരാറ്റത്തിൻ്റെ വെയിറ്റ് എപ്പോൾ പറയുമ്പോഴും അറ്റോമിക് മാസ് യൂണിറ്റിലാണ് പറയാറുള്ളത്, അല്ലേ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് എത്രയായിരുന്നു? 1 AMU അല്ലെങ്കിൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ്, റൈറ്റ്? സോ അതെന്താ കാരണം? കാരണം നമുക്കറിയാം ഒരു ആറ്റം ഒരു വളരെ ചെറിയ സംഭവമാണ്, റൈറ്റ്? സോ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് 1 AMU അല്ലെങ്കിൽ 1 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 കിലോഗ്രാം ആയിരിക്കും, റൈറ്റ് എവരി വൺ? ഇനി നമ്മളിപ്പം ഈ
ആറ്റം അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അവഗാഡ്രോ നമ്പർ എടുത്തെന്നിരിക്കട്ടെ. അതായത് 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എടുത്തെന്നിരിക്കട്ടെ. അതിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും? എനിക്ക് ഗസ്സസ് എത്രയായിരിക്കും അത്? 1 ഇൻറ്റു 1.66 ഇൻറ്റു 10⁻⁻24 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. എത്രയൊന്ന് ചെയ്തു നോക്കിയേ, എത്ര വരും? 1 ഗ്രാം. ഓക്കെ, സോ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് അതിൻ്റെ ഗ്രാംസിൽ എടുക്കുവാണെങ്കിൽ, അതായത് ഹൈഡ്രജൻ്റെ കേസിൽ നമ്മൾ 1 ഗ്രാം എടുക്കുവാണെങ്കിൽ ആ 1 ഗ്രാമിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് കാണും? അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് കാണും. റൈറ്റ്. ഇപ്പോൾ അതിന് പകരം നമ്മൾ ഓക്സിജൻ ആറ്റം എടുത്തെന്നിരിക്കട്ടെ. ഓക്സിജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാ? 16. അപ്പോൾ നമ്മൾ 16 ഗ്രാംസ് ഓഫ് ഓക്സിജൻ ആറ്റം എടുക്കുവാണെങ്കിൽ അതിൽ എത്ര ഓക്സിജൻ ആറ്റംസ് കാണും? അവഗാഡ്രോ നമ്പർ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഏതൊരു ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസ് ഇൻ ഗ്രാംസ് എടുക്കുവാണെങ്കിൽ അവിടെ എല്ലായ്പ്പോഴും അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് കാണും. റൈറ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ മോൾസിന് വേണ്ടിയുള്ള അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതെന്താണത്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. സോ നമുക്ക് ഇക്വേഷൻ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി ആറ്റംസിനെ കുറിച്ച് കേട്ടു. ഇനി നമുക്ക് മോളിക്യൂൾസിനെ കുറിച്ച് നോക്കാം. ആറ്റംസിന് വേണ്ടിയുള്ള നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്തുവായിരുന്നു? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. ഇനി അതേ ഇക്വേഷൻ തന്നെ നമ്മൾ മോളിക്യൂൾസിലേക്ക് മാറ്റിയെന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്യുലാർ മാസ്. ഓക്കെ, സോ ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യുലാർ മാസ്. അത് എല്ലായ്പ്പോഴും ഓർമ്മയിലിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സ്കൂളിലും എൻട്രൻസിനും, അതായത് ജെഇക്കും നീറ്റിനും എല്ലാം വരും. സോ ജസ്റ്റ് ഈ ബേസിക് ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 32 ഗ്രാംസ് ഓഫ് സൾഫർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 32 ഗ്രാംസ് ഓഫ് സൾഫറിൽ എത്ര സൾഫർ ആറ്റം ഉണ്ടെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യനെ നോക്കാൻ പോകുന്നത്? ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ആ 32 ഗ്രാംസ് ഓഫ് സൾഫറിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ഉണ്ടെന്ന് നോക്കുക. അതിനുള്ള ഇക്വേഷൻ എന്തുവാ? നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ്. 32 ഡിവൈഡ് ബൈ 32 എത്ര വരും? 1. അല്ലേ? ഇനി ഒരു മോൾ ഓഫ് എന്ത് സബ്സ്റ്റൻസ് ആണെങ്കിലും അതിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരാൻ പോകുന്നത്? അവഗാഡ്രോ നമ്പർ. അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എത്രയായിരിക്കും? അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 6.022 ഇൻറ്റു 10⁻23 നമ്പർ ഓഫ് സൾഫർ ആറ്റംസ്. റൈറ്റ്. ഇതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. നമുക്ക് ഈസി ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വോളിയത്തിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കാം. അതിന് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വോളിയം എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? അല്ല. പക്ഷെ മാസ് എല്ലായ്പ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കുമോ? ആണ്. അല്ലേ? ഇപ്പം നമ്മൾ 1 ഗ്രാം സ്വർണം നമ്മൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസിൽ എടുത്തു. അതേ സെയിം ഗ്രാമിന് നിങ്ങൾ ഹീറ്റ് ചെയ്ത് ഒരു 100 ഡിഗ്രി സെൽഷ്യസ് ആക്കി. നമ്മുടെ ഗോൾഡിൻ്റെ വെയിറ്റ് കൂടുമോ? ഇല്ല. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു ഗ്യാസ് എടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് എടുക്കുവാണ്, അതിനെ ഹീറ്റ് ചെയ്യും. അപ്പം എന്ത് പറ്റും? അതിൻ്റെ വോളിയം കൂടും, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യും. റൈറ്റ്. സോ നമ്മൾ വോളിയത്തിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻ കീപ്പ് ചെയ്യണം. റൈറ്റ്. അങ്ങനെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. എന്താണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ? നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് നോട്ട് ചെയ്യുക. കാരണം പല കുട്ടികൾക്കും കൺഫ്യൂഷൻസ് വരുന്നൊരു പോയിൻ്റാണിത്. കാരണം ചില പിള്ളേരവർക്കും അയ്യോ സാറേ സ്റ്റാൻഡേർഡ് റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അല്ലേ,
പിന്നെ നമ്മൾ എന്തിനായി 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എടുക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ആസ് പെർ IUPAC സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. പ്രഷർ എത്രയായിരിക്കണം? 1 ATM ആയിരിക്കണം. റൈറ്റ്, ഇത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, അല്ലാതെ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇനി ഈ കണ്ടീഷൻ ആണെങ്കിൽ, അതായത് അറ്റ് STP നിങ്ങൾ ഏതൊരു ഗ്യാസ് വേണമെങ്കിലും എടുത്തോ, ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡോ സൾഫർ ഡൈ ഓക്സൈഡോ എന്ത് ഗ്യാസും ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഹൈഡ്രജനോ കാർബൺ ഡൈ ഓക്സൈഡോ സൾഫർ ട്രൈ ഓക്സൈഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഗ്യാസ് എടുത്താലും അതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയം അറ്റ് STP 22.4 ലിറ്റർ ആയിരിക്കും. എന്തുമാത്രം ക്വാണ്ടിറ്റിക്ക്? 1 മോളിന്. ഓക്കെ, സോ 1 mole ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് 22.4 ലിറ്റർ അറ്റ് STP. 1 mole ഓഫ് SO2 ഗ്യാസ് 22.4 ലിറ്റർ അറ്റ് STP. റൈറ്റ്, ഇത് എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, സോ നമുക്കറിയാം ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം 22.4 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിന് 22.4 ലിറ്റർ, 2 മോളാണെങ്കിൽ അതിൻ്റെ വോളിയം എത്രയായിരിക്കും? 22.4 × 2 എത്രയത്? 44.8 ലിറ്റർ. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്തായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ? ഇറ്റ് വിൽ ബി ഗിവൺ വോളിയം അറ്റ് STP ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ എവരി വൺ. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം അറ്റ് STP നോൺ ആണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ എവരി വൺ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഈ 3 ഇക്വേഷൻസ്, നമ്മളിപ്പം 3 ഇക്വേഷൻസ് ആണ് നമ്പർ ഓഫ് മോൾസിന് വേണ്ടി പഠിച്ചത് അല്ലേ? ഏറ്റവും ആദ്യമേ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ. രണ്ടാമത്തെ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്. മൂന്നാമത്തെ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം അറ്റ് STP ഡിവൈഡ് ബൈ 22.4 ലിറ്റർ. ഇനി നിങ്ങൾക്ക് ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എവിടെ വരത്തുള്ളൂ? നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ബോർഡ് എക്സാംസിനും വരത്തുള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.